സ്പാനിഷ് കോച്ച് മനോലോ മാർക്കസിന് കീഴിൽ 11 മാസമായി കളിക്കുന്ന ഇന്ത്യക്ക് ഇതുവരെ ഒരു മത്സരത്തിൽ മാത്രമാണ് ജയിക്കാനായത്. റാങ്കിങ്ങിൽ തങ്ങളെക്കാൾ പിന്നിലുള്ള ടീമുകളോട് പോലും ടീം ദയനീയമായി പരാജയപ്പെടുകയാണ്. 2024 മുതൽ ഇതുവരെ 16 മത്സരങ്ങളാണ് ഇന്ത്യ കളിച്ചത്. ജയിച്ചത് ഒരു മത്സരത്തിൽ മാത്രം. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ യോഗ്യത 3-ാം റൗണ്ടിൽ ഹോങ്കോങ്ങിനോടും ഇന്ത്യ തോറ്റു. തോൽവിയോടെ ഇന്ത്യയുടെ യോഗ്യത തുലാസിലായി. 2 മത്സരങ്ങളിൽ ഒരു സമനിലയും തോൽവിയുമായി ഇന്ത്യ ഗ്രൂപ്പ് സിയിൽ 4-ാം സ്ഥാനത്താണ്. 4 പോയിന്റുമായി ഹോങ്കോങ് ഒന്നാമതെത്തി. മാർക്കസിന് കീഴിൽ ടീമിന് വലിയ പുരോഗതിയില്ലെന്ന് മാത്രമല്ല, നിലവിലുള്ള റാങ്കിങ്ങിൽ നിന്ന് താഴോട്ട് വീഴുകയും ചെയ്തു. ഹോങ്കോങ്ങിനെതിരായ മത്സരത്തിൽ സൂപ്പർ താരം സുനിൽ ഛേത്രിയെ പകരക്കാരുടെ ബെഞ്ചിലിരുത്തിയതും വലിയ വിമർശനങ്ങൾക്കിടയാക്കി. ഇതിനിടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ പരിശീലക സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കി തരണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് മാർക്കസ് അഭ്യർത്ഥിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2 വർഷത്തെ കരാറിലാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത്. ഇനിയും 1 വർഷത്തിലധികം കരാർ കാലാവധി ബാക്കിയുണ്ട്. അതേസമയം പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മാർക്കസ് കത്തൊന്നും നൽകിയിട്ടില്ലെന്ന് AFFുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ഒക്ടോബർ 9 സിംഗപ്പൂരുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. അന്ന് ഇന്ത്യൻ പരിശീലക സ്ഥാനത്ത് മാർക്കസ് ഉണ്ടാകുമോ എന്നതിൽ ഉറപ്പില്ല. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.